ഇന്ന് ഇയാളുടെ മിടുക്ക് കാണണം. മീൻകറി ഉണ്ടാക്കുമ്പോ പാവക്കുട്ടി ഇങ്ങനെ സ്വീറ്റ് തിന്നിട്ട് ചോദന്റെ പല്ലും നാശായി. ഇനിയിപ്പോ വയറും നാശാവും കേട്ടോ. ഉറപ്പാ? പിന്നെ ആർക്കപ്പത് കുളിക്കണ്? ഇന്ന് അമ്മ ഉണ്ടാക്കണ മീൻകറി ഞാൻ ഉണ്ടാക്കണ മീൻകറീനെ ഓവർടേക്ക് ചെയ്യോ നോക്കാം ടേസ്റ്റിന്റെ കാര്യത്തില്. ഇതെന്താ വാവേ, മുൾക്കിരീടോ? കഴിച്ചിട്ട് പറയാ എങ്ങനെയുണ്ട്? കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. നീ കഴിച്ചു നോക്കട്ടെ. ഓ, വറുത്ത മത്തി. ഞാൻ ഉണ്ടാക്കിയതിനെക്കാട്ടും നന്നായോ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നത്തെ പരിപാടി അമ്മു മീൻകറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ വാങ്ങാൻ പോകണം. അയില കിട്ടുമോ നോക്കട്ടെ. ഇവിടെ കടലിന്റെ തീരമാണ്, ചെന്നൈ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മീനിന്റെ ഒക്കെ നല്ല വിലയാ. അമ്മുവിന്റെ കറി ഇന്ന് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. ഇതാ മുട്ട റോസ്റ്റ് മസാല. ഇതില് മുട്ട ബീറ്റ് ചെയ്തിട്ട് അടിച്ച് ചേർക്കും. അതോട് കൂടിയിട്ട് മുട്ട റോസ്റ്റ് മസാല റെഡിയാവും. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ചെറുപയർ ദോശ. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മീമി വാങ്ങാൻ പോകാം. അതൊക്കെ മീൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, നമുക്കൊന്ന് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. അപ്പൊ കാണുമ്പോ എല്ലാവർക്കും തോന്നും അമ്മ ഉണ്ടാക്കിയതാണ് സാധനം. അല്ല, പെപ്പർ സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. എനിക്ക് ക്രെഡിറ്റ് വേണ്ടേ? എടുത്തോളോ. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഒരു പിസയുടെ ലുക്ക് ഉണ്ടടാ. പിസ കട്ട് ചെയ്ത് കഴിക്കണ പോലെ. വയറ് എന്റേതാണ്, ഓർമ്മ വേണം. അപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടൻ്റെ ഒന്നല്ല. സംശയം വേണ്ട, അതുപോലെ ആവില്ല. ഇന്ന് ഇയാളുടെ മിടുക്ക് കാണണം. മീൻകറി ഉണ്ടാക്കുമ്പോ വരുമോ ഇയാളെ മിടുക്ക്? ഇത് സക്സസ് ആയിട്ട് മതി പിസൊക്കെ. ഓക്കെ, മീൻകറി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടേ ഇല്ലല്ലോ. ടൈം 9:20. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണ്ടേ എനിക്ക് വല്ലതും ഉണ്ടാക്കി തരാൻ? എന്നിട്ട് വേണ്ടേ എനിക്ക് വല്ലതും കഴിക്കാൻ? അല്ലേ, ഇതിനകത്ത് ലേശം ചമ്മന്തി വെച്ചിരുന്നു. ഒരു പൊടി പോലും കാണാനില്ല. എവിടെയാണോ കുട്ടിയുടെ അടുത്ത? കുട്ടിയുടെ അമ്മയാണോ അടുത്ത്? ഇപ്പൊ എങ്ങനെ കൂട്ടി കഴിക്കും? 2-3 ദോശ ഉണ്ടല്ലോ. പാവക്കുട്ടി ഇങ്ങനെ സ്വീറ്റ് തിന്നിട്ട് ചോദന്റെ പല്ലും നാശായി. ഇനിയിപ്പോ വയറും നാശാവും കേട്ടോ. ഉറപ്പാ? പിന്നെ ആർക്കപ്പത് കുളിക്കണ്? മുത്തശ്ശിക്കോ? മുത്തശ്ശിക്ക് വേണ്ടത്ര? മുത്തശ്ശിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ. മുത്തശ്ശി വേണ്ടായിരുന്നു. ഇപ്പൊ വേണ്ടായിരുന്നു, പിന്നെ മതിയായിരുന്നു. ചേട്ടാ കപ്പസ് പോ. ചൊത്തങ്ങോട്ട് പോവാ. വായോ. എന്താണ് അമ്മ മതിയില്ലേ? നമ്മളെ ഫ്ലോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി. കേക്കണില്ല മുഴുവനെ. ഒറ്റവിളിയല്ല, നമ്മളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കില്ലേ, ബ്ലോഗ് ചെയ്യല്ലേ. ഇന്ന് അമ്മ ഉണ്ടാക്കണ മീൻകറി ഞാൻ ഉണ്ടാക്കണ മീൻകറീനെ ഓവർടേക്ക് ചെയ്യോ നോക്കാം ടേസ്റ്റിന്റെ കാര്യത്തില്. ചെയ്യോ? ഷുവർ. മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി എല്ലാം കോട്ട് സൂട്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിയതാ. ഇതേ മീന് ബൈക്കിൽ കൊണ്ടെടുക്കണുണ്ട്. ഇതപ്പോൾ ഇവിടെ അതിനെന്തായാലും പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നോളും. കുറേ ദിവസമായി മത്തി ഒന്ന് കൂട്ടിയിട്ട്. പക്ഷെ മത്തിക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ്. മത്തി അയിലാണ് ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ്. മൂത്ത വീട്ടിൽ കൊടുത്തിട്ട് വരവാ. മൂത്ത വീട്ടില് ചെറിയ മീനാ, കുഞ്ഞു മീനാ. ആ, കുഞ്ഞമത്തിയാ. ടേസ്റ്റ് ഉണ്ടാവും. ഈ തടിച്ച മീനും വലിയ മീനിനൊക്കെ ടേസ്റ്റ് നമ്മൾ നന്നായിട്ട് മസാല ഇടണതിനനുസരിച്ചിട്ടിരിക്കും. മറ്റേത് മസാല ഇല്ലെങ്കിലും ടേസ്റ്റ് കൂടും. ഇന്ന് വാവക്കുട്ടി അച്ഛനും കൂടി തുണി ഉണക്കായിട്ടിരിക്കുക. തുണി ഉണക്കാൻ നല്ല വെയിലാണ്. അപ്പോൾ കുട ഇങ്ങനെ വെച്ചതിന് ശേഷം തുണി എടുക്കുന്നു, വിരിക്കുന്നു, ചൊത്തൻ ക്ലിപ്പ് എടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏയ് എന്തൊക്കെ അധ്വാനം ഇല്ലേ? അച്ഛൻ കരുതി ആ ക്ഷീണിച്ചു. അച്ഛൻ ചോദിക്കുമ്പോഴേ ഇങ്ങനെ ക്ലിപ്പിട്ട് എടുത്ത് തരണം കേട്ടോ, തുണിയും പെടാൻ വേണ്ടിയിട്ട്. ഇതെന്താ വാവേ, മുൾക്കിരീടോ?
ഒരു പണിയില്ലാത്തവണ്ടുള്ള പണിയപ്പത് എന്തായാലേ നേരം പോക്കിന് ഓരോന്ന് ഒപ്പിക്കണോ. ആ ഇനി ബാക്കിയുള്ളത് ഇതിൽ ക്ലിപ്പാക്കി ഇങ്ങനെ വെക്കേ ഇതിൻ്റെ ചുറ്റും, എന്നിട്ട് അച്ഛൻ വന്നിട്ട് എടുത്തും കൊണ്ട് പോവുക. മൊത്തം ഉണക്കാനിട്ടു. ഒരു വെയിലാണ്, ചെന്നൈയിലെ വെയിൽ പിന്നെ അറിയാലോ. കേസുമണി മാമൂനാണോ? എങ്ങനെയുണ്ട് കറിയൊക്കെ? വറുത്തതൊക്കെ ടേസ്റ്റ് ഉണ്ടാ? ആ അപ്രൂവൽ കിട്ടിയല്ലോ, സക്സസ്ഫുള്ളി പാസ്സായല്ലോ. ജഡ്ജി കമൻറ്റ് ചെയ്തല്ലോ സൂപ്പറാണെന്ന്. ഫിഷ് കറി ഫിഷ് കറി ഫിഷ് കറി മത്തി കറി. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണാനില്ല. ഫിഷ് കറി പുളി കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇനി കഴിച്ചു നോക്കട്ടെ. ഓ വറുത്ത മത്തി, ഒരു വല്ലാത്ത എന്താ മണം. എടാ സൗണ്ട് ഉണ്ടാക്കലടാ. പൊളി കേട്ടോ, പൊളിയാണ്. മണൊക്കെ അടിപൊളിയാണ് ഇതുവരേക്ക്. നീ വായിൽ വെച്ചിട്ട് പറയാ. ടേസ്റ്റ് അറിയാലേ? എനിക്ക് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആയിട്ടാ ഫീൽ ചെയ്യണേ. എരിവ് കുറവായിട്ടാണ് ഇട്ടിരിക്കണത്. എപ്പോഴും ഉള്ളതെക്കാളും കുറവായിട്ടാണ് എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മണത്തിൽ നിന്ന്. ഇല്ലെങ്കിൽ ഞാൻ തുമ്പി ഒരു വഴിയായിട്ടുണ്ടാവും. ഇത് യാക്കുള്ളതായിരിക്കില്ലേ? ഇത് ആർക്കും കൊടുക്കാം. നിങ്ങളിൽ എത്ര ആൾക്കാർ ഇങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചോറിട്ട് കഴിക്കും? അതിനുള്ള പോക്കാണെന്ന് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. ചോറിട്ട് കഴിക്കാനല്ലേ എല്ലാവർക്കും കൊടുക്കേ. ഈ മീൻ വറുത്തിട്ട് അതിന്റെ ഉള്ളില് ചോറിട്ടിട്ട് കഴിച്ചാണ്ടല്ലോ ആ എണ്ണയില്, ഇതുപോലെയുള്ള ഒരു ടേസ്റ്റ് ഉള്ള സാധനം ലോകത്തുണ്ടാവൂല. നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് പറ. വെയിറ്റിംഗ് കൂട്ടാൻ എനിക്ക് ഇഷ്ടമായി. കൂട്ടാൻ അടിപൊളിയാണ്. മീമി വറുത്തത് എങ്ങനെ ഉണ്ടാവും? എരിവ് കുറവായിട്ടത് പൊളിയാണ്. ഇത് വാവക്കുട്ടിക്ക് കറക്റ്റാ. ഇഷ്ടായി. വാവക്കുട്ടിക്ക് കറക്റ്റ് ആയിരിക്കും, എരിവ് കറക്റ്റ് ആയിരിക്കും, കൂട്ടാൻ്റെ എരിവ് കറക്റ്റ് ആയിരിക്കും. എല്ലാവർക്കും എരിവ് കുറവായിട്ട് മതി. ഞാൻ ഇടണമെങ്കിൽ നല്ല സ്പൈസി കയറ്റിയിടും. പക്ഷെ ഈ ടേസ്റ്റ് എനിക്ക് വന്നിട്ടില്ല കേട്ടോ. മീൻ കറി ഉണ്ടാക്കിയിട്ട് സ്പൈസി വേണ്ട. ഈ വറുത്ത മീനും അതെ, ഈ ഒരു ടേസ്റ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഇല്ലല്ലോ? ഉണ്ടോ അതിലുണ്ടാക്കിയപ്പോ? എനിക്കിഷ്ടായിരുന്നു. കുറച്ചുകൂടി മുരിയനായിരുന്നു. അത്ര ഹാപ്പി. എന്താ അമ്മ എങ്ങനെയുണ്ട് പാട്? രസമുണ്ടോ? തുടച്ചെടുത്തു അല്ലേ? വേണ്ട, ഉണ്ട് കുറച്ചുണ്ട്. കുഞ്ഞാവയ്ക്ക് ഇഷ്ടായില്ല ചൊത്തെ? ചൊത്ത് നോക്കാം. ചൊത്തിന് ഇഷ്ടായ മീമി? വറുത്തതാണോ ഇഷ്ടായ വെച്ചതാണോ ഇഷ്ടായ? എളുപ്പണ്ടാ ചൊത്ത. കുമ്പ നിറച്ച് കഴിക്കണേട്ടോ. ഇനി ഷെഫ് പറയൂ, ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന്. ഷെഫിന് ഇഷ്ടപ്പെട്ടോ? എന്താ അഭിപ്രായം? അതിനേക്കാളും നിങ്ങളൊക്കെ പറഞ്ഞാലേ അതൊരു ഇതുണ്ടാവുള്ളൂ. കുഴപ്പമില്ല, ഇഷ്ടായി. ഇഷ്ടായോ? ഞാൻ ഉണ്ടാക്കിയതിനെക്കാട്ടും നന്നായോ? ഈ സാധനം ഉണ്ടല്ലോ, ഇതിന്റെ മുമ്പ് മാറ്റി വെക്കണതാ നല്ലത് കേട്ടോ. ഞാനും കുഞ്ഞാവെ നാളെ ഒരു മീൻ എടുക്കൂട്ടോ. ബാക്കി ഞാൻ എടുത്തോളെ. റേഷൻ കൂടി വാങ്ങുന്നല്ലോ. ഞാനാ വിളമ്പി തരാലോ. തടിച്ചൊന്ന് കൊണ്ടുപണിയാവട്ടെ. മീനാകുമ്പോ അതൊക്കെ കഴിക്കും. പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ മീൻ കറി. താങ്ക് യു. അരി എടുക്കാറില്ല. എന്നാലും മീനെ വെക്കുന്നൊന്നും മനസ്സിലായില്ലേ? അപ്പൊ അത് അരി എടുക്കണേ ചോറ്. അത് ഫുഡൊക്കെ കഴിച്ചു. വാവക്കുട്ടി ഇതാ കിടന്നുറങ്ങി. വൈഫ് കുളിക്കാൻ പോയിട്ടുണ്ട്. ഞാന് വർക്കിലേക്ക് തിരിഞ്ഞു. വർക്കിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യണം. അതായത് ഒരു ദിവസം ലീവ് കിട്ടിയാൽ പോലും വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഒഴിവുണ്ടാവില്ല. അപ്പം എനിക്കെന്നുള്ളതല്ല, ഡെയിലി വ്ളോഗ് ചെയ്യുന്ന പല ആൾക്കാരുടെ അവസ്ഥ ഞാനൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്, കുട്ടി വ്ളോഗ്, മീൻ ഉണ്ടാക്കി സക്സസ് ആയ ആ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.